ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പുതിയ പോർമുഖം തുറക്കുകയാണോ അമേരിക്ക? ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് യു എസ് മുങ്ങിക്കപ്പൽ ആക്രമണത്തിൽ തകർന്ന ഇറാനിയൻ യുദ്ധക്കപ്പലിലെ 80 ഇറാനിയൻ നാവികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നത് മണിക്കൂറുകൾക്ക് മുൻപാണ്. 80 നാവികർ കൊല്ലപ്പെട്ടതായി ശ്രീലങ്കൻ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ ഇവിടെ പല കടലിടുക്കുകളിൽ ഒഴുകി നടക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. ലങ്കൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഏതാണ്ട് 35ഓളം ആളുകളെ രക്ഷപ്പെടുത്തി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. യുദ്ധക്കപ്പലിന് നേരെ യു എസ് ആണവ അന്തർവാഹിനിയാണ് ആക്രമണം നടത്തിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു ആണവ അന്തർവാഹിനി ശത്രുരാജ്യത്തിന്റെ കപ്പലിനെ തകർക്കുന്നത് ഇതാദ്യമാണ് എന്നാണ് പ്രതിരോധ വിദഗ്ധർ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നൽകുന്ന വിവരം. ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് നടന്ന മിലാൻ 2026 ബഹുരാഷ്ട്ര നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷമാണ് ഇറാനിലേക്ക് ഈ കപ്പൽ മടങ്ങിയിരുന്നത്. ഇത് നമുക്കറിയാം, ഇറാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പലാണ്. ഇറാൻ പ്രതിരോധ സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിർണായകമായ ഒരു കപ്പലാണ്. ഇത് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അമേരിക്കൻ സമൂഹ മാധ്യമമായ എക്സിലൂടെ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ സൈന്യ നടപടി ഇനിയും തുടരും എന്നുള്ള സൂചനകളുണ്ട്. ടോർപിഡോ അന്തർവാഹിനിയെ ടോർപിഡോ ഉപയോഗിച്ചാണ് ഈ കപ്പൽ തകർത്തത് എന്ന കാര്യങ്ങളടക്കം പുറത്തുവിടുന്നുണ്ട്. ഇതിനോടുള്ള ഇറാന്റെ തിരിച്ചടി എന്തായിരിക്കും, ഇറാൻ എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വിവിധ മേഖലകളിലേക്ക് ഇതോടുകൂടി യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ വ്യാപിക്കുകയാണ് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഞാൻ പറഞ്ഞതുപോലെ ഇറാന്റെ മറുപടി എന്തായിരിക്കും എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇറാൻ പല സ്ഥലങ്ങളിലും ആക്രമണം നടത്തുന്ന പശ്ചാത്തലമുണ്ട്. ഇത്തരമൊരു വല്ലാത്ത ഒരു പ്രശ്നം കൂടി ഉണ്ടാകുമ്പോൾ ഇറാന് കുറച്ചുകൂടി കാര്യങ്ങൾ കടുപ്പിക്കേണ്ട സാഹചര്യം ഒരുങ്ങി വരികയല്ലേ? രഞ്ജിത്ത്, യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സംഘർഷം അനന്തമായി നീളുമെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യ 5 ദിവസം വ്യോമാക്രമണമായിരുന്നു ആശങ്ക സൃഷ്ടിച്ചത് എങ്കിൽ നിലവിലിപ്പോൾ കടൽ യുദ്ധം ഭീതി വർദ്ധിപ്പിക്കുകയാണ്. കാരണം കപ്പലുകൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് ഇറാൻ നാവികസേനയുടെ 20 കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്നാണ്, ചെറുതും വലുതുമായ 20 കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാന്റെ ആക്രമണ യുദ്ധക്കപ്പൽ IRIS ദേന അത് ആക്രമിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ സംഘർഷം കൂടുതൽ കലുഷിതമാക്കിയത് എന്നതാണ് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. 2021 ഇറാൻ സേനയുടെ ഭാഗമായി ഈ കപ്പൽ വന്നത്. IRIS ദേന അതുകൊണ്ട് തന്നെ ഇറാൻ നാവികസേനയുടെ അത്യാധുനിക കപ്പലാണ്. അവരുടെ ഏറ്റവും വലിയ സംഹാരശേഷിയുള്ള ആക്രമണ കപ്പൽ കൂടിയാണ്. ആ കപ്പൽ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക നടത്തിയ ആക്രമണമാണ് ഇപ്പോൾ യുദ്ധത്തെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ആക്രമണം ഇന്ത്യൻ മഹാസമുദ്രത്തിലായിരുന്നു എന്നതാണ് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് നിന്ന് ഏതാണ്ട് 40 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് 74 കിലോമീറ്റർ അകലെയാണ് ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ടതും ഏറ്റവും ഗൗരവമേറിയതുമായ കാര്യം, ഇന്ത്യയിൽ വ്യോമാഭ്യാസത്തിന് ശേഷം മടങ്ങവെയാണ് ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നതാണ്. അമേരിക്കയുടെ ആണവ മുങ്ങിക്കപ്പലിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. ടോർപിഡോ ആക്രമണത്തിലാണ് ഇറാന്റെ പടക്കപ്പലിൽ നിന്ന് തകർത്തത് എന്ന് അമേരിക്കയുടെ സ്ഥിരീകരണവും വന്നിരിക്കുന്നു. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ പീറ്റ് ഹെക്സത്ത് ഇക്കാര്യം വ്യക്തമാക്കുകയായിരുന്നു. ടോർപിഡോ ആക്രമണത്തിലാണ് ഇറാൻ നാവികസേനയുടെ IRIS ദേന കപ്പൽ പൂർണ്ണമായി മുങ്ങിയത് എന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഏതാണ്ട് 180 നാവികരായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 87 പേർ കൊല്ലപ്പെട്ടു. ഇനിയും 60ഓളം പേരെ കണ്ടെത്താനുണ്ട്. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു ആക്രമണ ശൈലി കടലിൽ അമേരിക്കൻ നാവികസേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് ഇറാനും മറ്റ് വിദേശ രാജ്യങ്ങളും ഒരു തരത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല. യുദ്ധം 5ാം ദിവസത്തിലേക്ക് കടന്ന ശേഷം കടലിൽ ഇത്തരമൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായത് വളരെ അപ്രതീക്ഷിതമാണ്. അതിൻ്റെ ആശങ്കയിലുമാണ് ലോകം ഇപ്പോഴുള്ളത്. കപ്പലിൽ നിന്ന് അപായ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ശ്രീലങ്കൻ സേന സമയോചിതമായി ഇടപെട്ടു. മറ്റ് നിർദ്ദേശങ്ങൾക്ക് കാത്തുനിൽക്കാതെ തന്നെ ശ്രീലങ്കൻ സേനയുടെ ഇടപെടൽ ആ ഘട്ടത്തിൽ നിർണായകമായി എന്നതും ശ്രദ്ധേയമാണ്. 32 നാവികരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഫെബ്രുവരി 15 മുതൽ 25 വരെ വിശാഖപട്ടണത്ത് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ അതിൽ പങ്കെടുത്ത ശേഷം മടങ്ങവെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയം. മാത്രമല്ല ഈ ആക്രമണത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും നമുക്കറിയാം. ടോർപിഡോ കഴിഞ്ഞ കാലങ്ങളിൽ സമീപകാലത്തൊന്നും തന്നെ അമേരിക്ക യുദ്ധമുഖത്ത് പരീക്ഷിക്കാത്ത ഒരു തന്ത്രമാണ്. വലിയ ചെലവേറിയ ഒരു ആക്രമണ ശൈലിയാണത്. കാരണം ഒരു ആക്രമണത്തിന് തന്നെ ഏതാണ്ട് 38 കോടി 70 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു ആക്രമണം. അതായത് 1698 കിലോഗ്രാം ഭാരമുള്ള ടോർപിഡോ അത് സമുദ്രത്തിനടിയിൽ
കിടക്കുന്ന മുങ്ങിക്കപ്പലിൽ നിന്ന് ആക്രമിക്കുന്നു. ഏതാണ്ട് 294 കിലോ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച ഈ ടോർപിഡോയുടെ ആക്രമണത്തിലാണ് ഇറാന്റെ അത്യാധുനിക കപ്പൽ തകർന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഇറാൻ പ്രത്യാക്രമണം കൂടുതൽ കടുപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 19th വേവ് ഓഫ് മിസൈൽസ് ആൻഡ് ഡ്രോൺസ് അയച്ചു കഴിഞ്ഞുവെന്നാണ് IRGC സ്ഥിരീകരിക്കുന്നത്. അതായത് ഈ യുദ്ധം ആരംഭിച്ച് ആദ്യ ദിനം മുതൽ ഇതുവരെ ഏതാണ്ട് 19 റൗണ്ട്സ്, അതായത് 19 വേവ്സ് ഓഫ് ഡ്രോൺസ് ആൻഡ് മിസൈൽസ് അയച്ചു എന്നാണ് IRGC സ്ഥിരീകരിക്കുന്നത്. സ്വാഭാവികമായും മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ 19th വേവ് ഓഫ് അറ്റാക്ക് ആരംഭിച്ച് എന്ന് IRGC സ്ഥിരീകരിക്കുന്നത്. ആ സ്ഥിരീകരണം തന്നെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ആക്രമണത്തിന് ശക്തമായ ഭാഷയിൽ മറുപടി നൽകും എന്നത് തന്നെയാണ്. മാത്രമല്ല, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇറാന്റെ ആക്രമണവും കഴിഞ്ഞ മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുവൈറ്റ് തീരത്തടക്കം കടലിൽ വലിയ ആശങ്കകളുണ്ട്. കാരണം കുവൈറ്റ് തീരത്ത് നിന്ന് ഏതാണ്ട് 30 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് 55 കിലോമീറ്റർ അകലെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് ഈ സ്ഫോടനം സ്ഥിരീകരിച്ചത്. അത് എണ്ണ ടാങ്കർ, അതുവഴി അവിടെ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കുടുങ്ങിക്കിടന്ന എണ്ണ ടാങ്കറിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ്സ് ഓപ്പറേഷൻ പറയുന്നു. അതായത് കടലിൽ ചില ഗുരുതരമായ സാഹചര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. കൂടുതൽ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഏതൊക്കെ കപ്പലുകളാണ് ആക്രമിക്കപ്പെടുന്നത് എന്നത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അപ്പോഴും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാന്റെ വലുതും ചെറുതുമായ ഏതാണ്ട് 20ഓളം യുദ്ധക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല, മറ്റ് എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ഇത്തരത്തിൽ ആക്രമണം നടന്നോ എന്ന് സംശയിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തുന്നു. കാരണം ഈ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ്സ് ഓപ്പറേഷന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ എണ്ണ ചോർച്ച കടലിൽ ഉണ്ടായതായി സംശയിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അത്തരത്തിൽ എണ്ണ ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്നതും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല, സൗദിയും സമാനമായ തരത്തിൽ സൗദി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. 3 ക്രൂയിസ് മിസൈലുകൾ പ്രതിരോധിച്ചു എന്നാണ് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. അൽ ഖർച്ച് നഗരത്തിലാണ് 3 ക്രൂയിസ് മിസൈലുകൾ നശിപ്പിച്ചത് എന്നും പറയുന്നു. അവിടെ ഒരു ഗവർണറേറ്റ് ലക്ഷ്യമിട്ടെത്തിയ ഡ്രോണുകളാണ് പ്രതിരോധിച്ചത് എന്നാണ് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രാലയം വിശദീകരിക്കുന്നതും. അതായത് സൗദിയും കുവൈറ്റും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ കൂടുതൽ ശക്തമാക്കുന്നു. US എംബസികൾക്ക് നേരെയാണ് ആക്രമണം എന്ന് പറയുമ്പോഴും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പല മേഖലകളിലും അനുഭവപ്പെടുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് ഇറാൻ യുദ്ധം ശക്തമാക്കിയപ്പോൾ സ്വാഭാവികമായും ഈ യുദ്ധം ഉടൻ അവസാനിക്കാനുള്ള സാധ്യതകളിലേക്ക് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. കാരണം ഇറാന് മേൽ നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ യുദ്ധം ഒരു എക്സിറ്റ് പ്ലാൻ, ഏതൊരു യുദ്ധം ആരംഭിക്കുമ്പോഴും അതിനൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാവും. പക്ഷേ ഈ ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്താക്രമണത്തിൽ ഒരു എക്സിറ്റ് പ്ലാൻ ഇപ്പോഴും വ്യക്തമല്ല എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ US എംബസികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളെ അപലപിച്ച് മറ്റ് രാജ്യങ്ങൾ രംഗത്ത് വരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചൈന സൗദി തലവനുമായി സംസാരിച്ചു. ചൈനീസ് എൻവോയെ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്കായി അയക്കാൻ തയ്യാറാണ് എന്ന വിവരം കൂടി ചൈന ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. ചൈനയും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. സമവായ ശ്രമങ്ങൾക്ക് ചൈനയും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് കാർത്തിക് പങ്കുവെക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ശ്രീലങ്കയുടെ തീരത്താണ് ഈ കപ്പൽ മുക്കിയത്. ഇറാൻ കപ്പൽ മുക്കുന്നത്. 87 നാവികർ കൊല്ലപ്പെടുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. നിരവധി നാവികർ രക്ഷപ്പെടുത്തിയത് ശ്രീലങ്കയുടെ നാവികസേന അംഗങ്ങൾ തന്നെയാണ്. ഏതായാലും വല്ലാത്തൊരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.